السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. നമ്മളിവിടെ തുടർച്ചയായിട്ട് സംസാരിച്ചു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളെക്കുറിച്ചാണ്, നാമങ്ങളെക്കുറിച്ചാണ്. അൽ അസ്മാ ഉൽ ഹുസ്ന, അത്യുത്തമമായ അള്ളാഹുവിൻ്റെ പേരുകൾ, നാമങ്ങൾ. അതിൽ ഇന്നത്തെ നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമം അൽ വാസിഅ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ പല തവണ അള്ളാഹു തനിക്ക് ഈ നാമത്തെ ഉണർത്തിയിട്ടുണ്ട്. പ്രസ്തുത നാമം അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തിലും അധികാരത്തിലും നിയന്ത്രണത്തിലും കഴിവിലും അറിവിലും കാരുണ്യത്തിലും പാപമോചനത്തിലുമൊക്കെയുള്ള വിശാലതയാണ്. അള്ളാഹു വിശാലമായി പൊറുക്കുന്നവനാണ്. അള്ളാഹു വിശാലമായി ഔദാര്യം ചെയ്യുന്നവനാണ്. അള്ളാഹു അവൻ്റെ അറിവ് വിശാലമാണ്. അതേപോലെ അള്ളാഹുവിനുള്ള കഴിവ് അത് വിശാലമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കും വിധം വിശാലമാണ്. ഇങ്ങനെ വിശിഷ്ട ഗുണങ്ങൾ വിശാലമായി ഉള്ളവൻ എന്ന അർത്ഥമാണ് അൽ വാസിഅ് എന്ന നാമത്തിനുള്ളത്. അള്ളാഹു അവൻ്റെ വിശിഷ്ട ഗുണങ്ങൾ അവനിൽ വിശാലമായത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ദുആകളിൽ കാണാം, വിശാലതയ്ക്ക് വേണ്ടി തിരുനബി ദുആ ചെയ്തത് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വവസ്സിഅ് ലി ഫീ റിസ്ഖി വബാരിക് ലി ഫീമാ റസഖ്തനി. തിരുനബിയുടെ ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി, അല്ലാഹു എൻ്റെ പാപം നീ എനിക്ക് പൊറുക്കണമേ. വവസ്സിഅ് ലി ഫീ റിസ്ഖി, എൻ്റെ ഉപജീവനം നീ എനിക്ക് വിശാലമാക്കി തരണമേ. വബാരിക് ലി ഫീമാ റസഖ്തനി, നീ എനിക്ക് അന്നമായി നൽകിയതിൽ നീ ബർക്കത്ത് ചൊരിയണമേ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് നിർവഹിച്ച ദുആയാണ്. അള്ളാഹു വിശാലമായ ഔദാര്യവും കാരുണ്യവും ഉള്ളവനായതിനാൽ വിശാലമാക്കി തരാനുള്ള
തിരുദൂതരുടെ ദുആ. ഇതേപോലെ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനാസ നമസ്കരിച്ചു, മയ്യത്ത് നിസ്കരിച്ചു. അപ്പോൾ ആ ജനാസയ്ക്ക് വേണ്ടി നിസ്കരിച്ച തിരുദൂതർ ദുആ ചെയ്തപ്പോൾ ആ ദുആ ഔഫ് ബിൻ മാലിക് ബൈഹാർട്ടാക്കി, മനപ്പാടാക്കി. അതിൽ തിരുനബി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ് മുദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് എന്ന് തുടങ്ങി ആ ജനാസയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അവിടെ മയ്യത്തിന് പൊറുക്കണമേ, മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ, അദ്ദേഹത്തിനുള്ള ആതിഥ്യം ആദരണീയമാക്കണമേ, വവസ്സിഅ് മുദ്ഖലഹു അദ്ദേഹത്തിൻ്റെ പ്രവേശന സ്ഥലം അത് വിശാലമാക്കണമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. പ്രവേശന സ്ഥലം ഏതാ? പ്രവേശന സ്ഥലം മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്ന സ്ഥലം ഏതാ? ഖബറിടാൻ. അലാ ഇന്ന ലിൽ ഖബരി ലദമ്മത്തുൻ ലൗ നജാ മിൻഹാ അഹദുൻ ലനജാ മിൻഹാ സഅദ് ബിൻ മുആദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഖബറിനൊരു ഇടുക്കുണ്ട്. മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ ഖബർ ഇടുങ്ങും. അതിൽ നിന്ന് വല്ലവരും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു കുട്ടിയുടെ ജനാസ അടക്കം ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖബറിൻ്റെ ഒരു ഇടുക്കുണ്ട്, അതിൽ നിന്ന് വല്ലവരും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ ലനജാ ഹാദ സബി ഈ കുട്ടി രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തിരുദൂതരുടെ ദുആ ഇദ്ദേഹത്തിൻ്റെ പ്രവേശന സ്ഥാനം അത് വിശാലമാക്കണമേ എന്നുള്ളതാണ്. പിന്നെ റസൂലുള്ളാഹി ദുആ തുടർത്തി വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖിഹി മിനൽ ഖതായ എന്ന് തുടങ്ങിയിട്ട് ദുആ പൂർത്തിയാക്കി. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തിരുദൂതരുടെ ഈ ദുആ ജനാസ നമസ്കാരത്തിൽ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിച്ച ആ മയ്യത്ത് എൻ്റേതായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി എന്നാണ് വിഷയം. അള്ളാഹുവിൻ്റെ വാസി എന്നുള്ള പേര് അത് അർത്ഥമാക്കുന്നതും തേടുന്നതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിപുലവും വിശാലവുമായ വിശിഷ്ട ഗുണങ്ങളുള്ള അള്ളാഹു ആകുന്നു. അവൻ വിശാലതയേകുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വിശാലതയ്ക്ക് വേണ്ടി ദുആ ചെയ്തതിൻ്റെ ചില ഉദാഹരണങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇഫ്താറിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന ടൈമിൽ ദുആ ചെയ്യുമെന്നാണ്. യാ വാസിഅൽ മഗ്ഫിറ ഇഗ്ഫിർലി, യാ വാസിഅൽ മഗ്ഫിറ, വിശാലമായി പാപമോചനമേകുന്നവനെ എൻ്റെ പാപം പൊറുക്കണമേ, എൻ്റെ പാപം പൊറുക്കണമേ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല വാസി എന്ന് പറയുമ്പോൾ അല്ലാഹു വാസിഉൽ മഗ്ഫിറ, പാപമോചനം വിശാലമായി ഏകുന്നവനാണ് എന്നുള്ളതാണ്. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, ഇന്ന റബ്ബക നിങ്ങളുടെ റബ്ബ്, വാസിഉൽ മഗ്ഫിറ വിശാലമായി പാപമോചനം അരുളുന്നവനാകുന്നു. വിശാലമായി തെറ്റുകൾ പൊറുക്കുകയും കുറ്റങ്ങൾ മാപ്പാക്കുകയും ചെയ്യുന്നവനാണ്. തെറ്റുകളുടെ ആധിക്യമോ ബാഹുല്യമോ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ വിഷയമല്ല. അള്ളാഹുവിൻ്റെ കരുണ വിശാലമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും പൊറുക്കും, കാരുണ്യവും പൊറുക്കും. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വേദക്കാരുടെ അവിശ്വാസികളുടെ ചില അപരാധങ്ങൾ എണ്ണിയിട്ടുണ്ട്. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം, അല്ലാഹു മറിയത്തിൻ്റെ മകൻ മസീഹ് അലൈഹിമസ്സലാം ആണ് എന്ന് പറഞ്ഞവർ അവിശ്വസിച്ചിരിക്കുന്നു. വഖാലൽ മസീഹ് യാ ബനി ഇസ്രായീൽ ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദു. മസീഹ് പറഞ്ഞതെന്താ? അള്ളാഹു ആകുന്നു എൻ്റെയും നിങ്ങളുടെയും റബ്ബ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ ആരാധിച്ചോളി. പക്ഷേ അവിശ്വാസികൾ എന്താ പറഞ്ഞത്? അള്ളാഹു ആകുന്നു
അൽ മസീഹ് ഇബ്നു മറിയം അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തി. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, മൂവരിൽ ഒരുവനാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ അവിശ്വസിച്ചിരിക്കുന്നു. മൂവരിൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ ആരാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 പേരിൽ ഒരാളാണ് അള്ളാഹു എന്നാര് പറഞ്ഞു? അവിശ്വാസികൾ പറഞ്ഞു. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞ ആളുകൾ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ മൂവരിൽ ഒരാളല്ല, പിന്നെയോ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്, മറ്റൊരു ഇലാഹില്ല. ആ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം എന്താ ഈ പറഞ്ഞത്? അള്ളാഹു അവൻ മസീഹാണ്, അള്ളാഹു 3-1 പറഞ്ഞാൽ എന്ത് കടുത്ത അപരാധാണ്, കടുത്ത അപരാധാണ്. എന്നിട്ട് അള്ളാഹു എന്താ അവരോട് പറയുന്നത്? ഈ 2 വചനങ്ങൾ പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നത്, അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂനഹു, അഫലാ യതൂബൂന ഇലല്ലാഹ്. ഈ അവിശ്വാസികൾ, അള്ളാഹിനെ കുറിച്ച് കടുത്ത അപരാധം പറഞ്ഞവർ, അവർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നില്ലേ? അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നില്ലേ? കണ്ടോ, ഇത്ര കടുത്ത അപരാധം പറഞ്ഞവർക്ക് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. സൂറത്ത് മറിയമിൽ അള്ളാഹു പറയാണ്, വഖാലു ഇത്തഖദർ റഹ്മാനു വലദ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ തകാദു السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا. എന്താ? വഖാലു ഇത്തഖദർ റഹ്മാനു വലദ, അവർ പറഞ്ഞു പരമകാരുണികനായ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, ആ പറഞ്ഞ ആളുകൾ അവരോട് പറയാണ്, നിങ്ങൾ ഒരു ഗൗരവപ്പെട്ട കടുത്ത അപരാധമാണ് ഈ പറഞ്ഞിരിക്കുന്നത്, എഴുന്നള്ളിച്ചിരിക്കുന്നത്. വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, റഹ്മാനായ അള്ളാഹു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് സംഗതമല്ല, ഭൂഷണമല്ല. അത് പറഞ്ഞതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ തകാദു സമാവാതു യതഫത്തർന മിൻ, ആ വാദം കാരണത്താൽ വാനങ്ങൾ വിണ്ട് പൊളിയാറായി. വതൻഷഖുൽ അർദ്, ഭൂമി വിണ്ട് കീറാറായി. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാറായി. എന്തിനാൽ? അൻ ദഅഉ ലിർറഹ്മാനി വലദ, പരമകാരുണികനായ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ ജൽപ്പിച്ചത് കാരണത്താൽ. അപ്പം നോക്കൂ നിങ്ങൾ, എത്ര വലിയ അപരാധമാണത്, കടുത്ത അപരാധമാണ്. വാനങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും താങ്ങാനാവാത്ത അപരാധമാണ് അള്ളാഹിനെ കുറിച്ച് അവർ പറഞ്ഞത്. അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഈ വേദക്കാരോട് അള്ളാഹു പറയാണ്, അഫല യതൂബൂന ഇലല്ലാഹ്, അവർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ലേ? വയസ്തഗ്ഫിറൂനഹു, അവർ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നില്ലേ? അവർക്ക് വരെ എന്തുണ്ട്? മഗ്ഫിറത്തുണ്ട് എന്നർത്ഥം. അവർ പാപമോചനം തേടിയാൽ, പശ്ചാത്തപിച്ചാൽ. അപ്പോൾ ആരാണ് അള്ളാഹു? ഇന്ന റബ്ബക്, തീർച്ചയായും നിന്റെ റബ്ബ് വാസിഉൽ മഗ്ഫിറ, വിശാലമായി പൊറുക്കുന്നവനും വിശാലമായി മാപ്പാക്കുന്നവനുമാണ്. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ അൽ വാസി എന്നുള്ള നാമം നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, തെറ്റുകൾ എത്ര ചെയ്താലും തെറ്റുകൾ കൂടുതൽ ചെയ്യുന്ന അതിരുവിട്ടവരോട് അള്ളാഹു പറയണം, യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റുകൾ എമ്പാടും ചെയ്ത് അതിരുവിട്ടവർ, അവരെയും അള്ളാഹു വിളിക്കുന്നത് എൻ്റെ ദാസന്മാരേതാണ്. യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടല്ലേ. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അള്ളാഹു തെറ്റുകളെല്ലാം പുറത്തു തരുന്നവനാണ്, അതുകൊണ്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടി എന്ന് പറയാണ്. അപ്പോൾ അള്ളാഹു ആരാണ്? അള്ളാഹു വാസിയാണ്. എന്താ വാസി എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം? വാസിഉൽ മഗ്ഫിറ, വിശാലമായി പൊറുക്കുന്നവൻ, മാപ്പാക്കുന്നവൻ എന്നാണ്. ഖുദ്സിയായ ഒരു ഹദീസ്. എന്താ ഖുദ്സിയായ ഹദീസിൻ്റെ വചനങ്ങൾ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം പറയാണ്, യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക അലാ മാ കാന ഫീക വലാ ഉബാലി. മനുഷ്യനെ വിളിച്ചിട്ട് അള്ളാഹു പറയാണ്, മനുഷ്യ,
ഇന്നക മാ ദഅൗതനി, നീ എന്നോട് ദുആ ചെയ്തില്ല, വറജൗതനി, നീ എന്നിൽ പ്രതീക്ഷ വെച്ചില്ല, ഗഫർതു ലക അലാ മാ കാന ഫീക് വലാ ഉബാലി, നിന്നിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഞാൻ നിനക്ക് പുറത്തു തരും, ഞാൻ പ്രശ്നമാക്കൂല. പക്ഷേ മാ ദഅൗതനി, നീ എന്നെ വിളിച്ചില്ല, വറജൗതനി, നീ എന്നിലൊരു പ്രതീക്ഷ വെച്ചില്ല. നോക്കി നിങ്ങൾ അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ ഇബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാന സമാ, മനുഷ്യ നിന്റെ തെറ്റുകൾ അത് അനാന സമായിലെത്തിയാൽ, എന്നാൽ കാർമുകിലുകളെ മുട്ടാൻ മാത്രം നിന്റെ തെറ്റുകൾ ഉണ്ടായി. സുമ്മസ്തഗ്ഫർതനി, എന്നിട്ടാണ് നീ എന്നോട് പൊറുക്കലിനെ തേടുന്നത് എങ്കിൽ ഗഫർതു ലക്, ഞാൻ നിനക്ക് പുറത്തു തരും. വല ഉബാലി, ഞാൻ പ്രശ്നമാക്കൂല. യാ ഇബ്ന ആദം, മനുഷ്യ ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായാ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅൻ ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ. അല്ലാഹു അക്ബർ. എന്താ പറഞ്ഞത്? യാ ഇബ്ന ആദം, മനുഷ്യ ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമിയോളം നീ തെറ്റ് ചെയ്തു, എന്നിട്ട് നീ എൻ്റെ അടുക്കൽ വന്നു. സുമ്മ ലഖീതനി, എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടി, ലാ തുശ്രികു ബി ശൈഅൻ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവനായി, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത വിധം നീ എന്നെ കണ്ടുമുട്ടാണ്, ഭൂമിയോളം തെറ്റ് ചെയ്തിട്ട്. എന്താ പറഞ്ഞത്? ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ, ഭൂമിയോളം പാപമോചനം അത് ഞാൻ നിനക്കേകും, അതുമായിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ വരും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അല്ലാഹു ആരാണ്? വാസിഉൽ മഗ്ഫിറ, പാപമോചനം അത് വിശാലമായി അരുളുന്നവനും ഏകുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇമാം തുർമുദി നിവേദനം ചെയ്യുന്ന സഹീഹായ ഹദീസാണത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഇന്ന അബ്ദൻ അസാബ ദംബൻ ഫഖാൽ, ഒരു ദാസൻ ഒരു തെറ്റ് ചെയ്തു. എന്നിട്ട് ആ ദാസൻ പറയാണ്, റബ്ബി അദ്നബ്ത് ഫഗ്ഫിർലി, പടച്ചോനെ ഞാനൊരു തെറ്റ് ചെയ്ത് നീ എന്നോട് പൊറുക്കണമേ. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട്, റബ്ബേ ഞാനൊരു തെറ്റ് ചെയ്ത് നീ എന്നോട് പൊറുക്കണമേ. അപ്പം അള്ളാൻ്റെ പ്രതികരണം, റബ്ബിൻ്റെ പ്രതികരണം, ഫഖാല റബ്ബുഹു അഅലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു അദ്ദംബ വയഖുദു ബിഹി. അഅലിം അബ്ദി, എൻ്റെ ദാസൻ മനസ്സിലാക്കിയോ, അറിഞ്ഞോ, അന്ന ലഹു റബ്ബൻ യഗ്ഫിറു അദ്ദംബ വയഖുദു ബിഹി, തെറ്റിൽ തന്നെ പിടികൂടുന്ന, അതേപോലെ തെറ്റിൽ തനിക്ക് മാപ്പേകുന്ന ഒരു റബ്ബുണ്ട് എന്ന്. എൻ്റെ ഒരു ദാസൻ തെറ്റ് ചെയ്തിട്ട് റബ്ബെ എന്നോട് പൊറുക്കണമേ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രതികരണം, എൻ്റെ ദാസൻ അവനൊരു തെറ്റ് ചെയ്താൽ അവനെ പിടികൂടുകയോ അവന് മാപ്പേകുകയോ ചെയ്യുന്ന ഒരു റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കിയോ? അള്ളാഹിൻ്റെ ചോദ്യം. ഗഫർതു ലി അബ്ദി, എൻ്റെ ദാസന് ഞാൻ ഇതാ പുറത്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തുടർന്നുള്ള പ്രഖ്യാപനം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സുമ്മ മകസ മാഷാ അല്ലാഹ് സുമ്മ അസാബ ദംബൻ. മനുഷ്യനാണ്, ഈ പാപമോചനത്തിന് തേടിയ മനുഷ്യൻ ജീവിച്ചു, വീണ്ടും അയാളിൽ നിന്നൊരു തെറ്റ് വന്നു. മനുഷ്യ സഹജമാണ്, പാപമോചനത്തിന് തേടിയാലും മനുഷ്യരിൽ നിന്ന് തെറ്റ് വരും. അങ്ങനെ ഒരു തെറ്റ് വന്നു. അപ്പോഴും ഈ ദാസൻ അള്ളാഹിനോട് റബ്ബി അദ്നബ്തു ആഖർ ഫഗ്ഫിർഹു, റബ്ബി അദ്നബ്തു ആഖർ, ഞാൻ മറ്റൊരു തെറ്റ് ചെയ്തിരിക്കുന്നു, ഫഗ്ഫിർഹു, അതുകൊണ്ട് നീ അത് പൊറുക്കണമേ, മാപ്പാക്കണമേ. അപ്പോഴും അള്ളാഹുവിൻ്റെ പ്രതികരണം, അഅലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ് വയഖുദു ബിഹി, തെറ്റ് ചെയ്താൽ പിടികൂടുകയോ മാപ്പാക്കുകയോ ചെയ്യുന്ന ഒരു റബ്ബുണ്ട് എന്ന് എൻ്റെ ദാസൻ മനസ്സിലാക്കിയോ? ഗഫർതു ലി അബ്ദി, എൻ്റെ ദാസന് ഞാൻ പുറത്തിരിക്കുന്നു. ഇങ്ങനെ മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദാസന്റെ വിഷയത്തിൽ പറഞ്ഞതിന് ശേഷം മൂന്നാമത് തെറ്റ് ചെയ്ത് റബ്ബെ പൊറുക്കണമേ എന്ന് പറയുന്ന ആ ദാസനോട് അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ്, തെറ്റ് ചെയ്താൽ പിടികൂടും, ശിക്ഷിക്കും,
അല്ലെങ്കിൽ തെറ്റുകൂടിയാൽ തെറ്റ് ചെയ്താൽ മാപ്പാക്കും. അങ്ങനെ ഒരു റബ്ബുണ്ട് എന്നെ ദാസൻ മനസ്സിലാക്കിയോ? ഗഫർതു ലി അബ്ദി സലാസൻ, എൻ്റെ ദാസന് ഞാൻ 3 തവണ പുറത്തിരിക്കുന്നു, 3 തവണ പുറത്തിരിക്കുന്നു. ഫലിയഅമൽ മാഷ, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യട്ടെ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, സഹിഹായ ഹദീസ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്ത, അപരാധം ചെയ്ത ദാസന്മാർ, അവരുടെ ആ തെറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പാപമോചനം തേടുന്നവർക്ക് 3 തവണ പുറത്തിരിക്കുന്നു എന്നുള്ളത് അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ അല്ലാഹു ആരാണ്? അല്ലാഹു വാസിഉൽ മഗ്ഫിറ, പാപമോചനം വിശാലമായി അരുളുന്നവനും ഏകുന്നവനുമാണ് എന്നുള്ളതാണ്. മുആവിയ റളിയല്ലാഹു തആലാന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മരണ ആസന്ന വേളയിൽ ഇമാം മുഹമ്മദ് ഇബ്നു സീരീനും കൂട്ടരൊക്കെ നിവേദനം ചെയ്യുന്ന ചരിത്രം, ബിദായ വന്നിഹായയിൽ അൽ ബിദായ വന്നിഹായയിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല മുആവിയ റളിയല്ലാഹുവിൻ്റെ ചരിത്രം വിശാലമായി കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മരണവേള നൽകിയപ്പോൾ മുആവിയ റളിയല്ലാഹു മരണസമയത്ത് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കവിൾത്തടം അദ്ദേഹം നിലത്ത് വെക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം വെച്ചാണ് അദ്ദേഹം കരയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? അല്ലാഹുമ്മ ഇന്നക ഖുൽത ഫീ കിതാബിക ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവേ, നീ നിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത് അല്ലാഹു പൊറുക്കൂല, അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹുവേ നീ പൊറുക്കും എന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഫജ്അൽനി ഫീ മൻ തശാഉ അൻ തഗ്ഫിറ ലഹ്, നീ പുറത്തു കൊടുക്കുവാൻ ഉദ്ദേശിച്ചവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ പ്രാർത്ഥന. എന്നിട്ട് ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ അഖില്ലൽ അസറ വഅഫു അനിസ് സല്ല വതജാവസ് ബിഹിൽമിക അൻ ജഹ്ലി മൻ ലം യർജു ഗൈറക ഫഇന്നക വാസിഉൽ മഗ്ഫിറ ലൈസ ലിദി ഖതീഅത്തിൻ മിൻ ഖതീഅതിഹി മഹ്റബുൻ ഇല്ലാ ഇലൈക്. എന്താ മുആവിയ റളിയല്ലാഹുവിൻ്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ അഖില്ലൽ അസ്റ, അല്ലാഹുവേ വീഴ്ചകൾ പോക്കേണമേ, വഅഫു അനിസ് സല്ല, വ്യതിയാനം അതിൽ മാപ്പരുളയണമേ, വതജാവസ് ബിഹിൽമിക അൻ ജഹ്ലി മൻ ലം യർജു ഗൈറക, നിന്നെ മാത്രം പ്രതീക്ഷിക്കുന്നവരുടെ അവിവേകം നിൻ്റെ ഹിൽമു കൊണ്ട്, നിൻ്റെ വിവേകം കൊണ്ട് അല്ലാഹുവേ നീ അതിൽ വിട്ടുവീഴ്ച അരുളയണമേ. ഫഇന്നക വാസിഉൽ മഗ്ഫിറ, അല്ലാഹുവേ നീ വിശാലമായി പാപമോചനം അരുളുന്നവനാണല്ലോ. ലൈസ ലിദി ഖതീഅത്തിൻ മിൻ ഖതീഅതിഹി മഹ്റബുൻ ഇല്ലാ ഇലൈക്, തെറ്റ് ചെയ്തവൻ തെറ്റിൽ നിന്ന് ഓടണം. എവിടേക്കാ ഓടുക? നിന്നിലേക്കല്ലാതെ. അതുകൊണ്ട് അല്ലാഹുവേ നീ വാസിഉൽ മഗ്ഫിറത്താണ്, നീ എന്നോട് പൊറുക്കണമേ എന്ന് ദുആ ചെയ്തതിന് ശേഷമാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടത് എന്ന് ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രമായിട്ട് ഉദ്ധരിക്കണം. ഇവിടെ അല്ലാഹു വിശാലമായി പൊറുക്കുന്നവനാണ്, പാപമോചനം അരുളുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വാസി എന്ന പേര് അതിനെ വിളിച്ചാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആയിരക്കുകയും തേടുകയും ചെയ്യുന്നത്. അല്ലാഹു വാസി എന്ന് പറയുമ്പോൾ ആ നാമത്തിൻ്റെ തേട്ടങ്ങൾ അതാണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത്. അതിൽ ഒന്ന് അല്ലാഹു വാസിഉൽ മഗ്ഫിറ, വിശാലമായി പാപമോചനം അരുളുന്നവൻ എന്നാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ, വിഷയങ്ങളാണ് നമ്മൾ കേട്ടത്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ അറിവും, അള്ളാഹിൻ്റെ അറിവ് വിശാലാണ്, എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന അറിവാണ് അള്ളാഹുവിൻ്റെ അറിവ്. അതാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുന്നത്, വസിയ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ, എല്ലാ വസ്തുക്കളിലും റബ്ബിൻ്റെ ഇൽമുണ്ട്. അള്ളാഹു അവൻ്റെ അറിവിനാൽ എല്ലാ വസ്തുക്കളെയും ഉൾക്കൊണ്ടിരിക്കുന്നു. വസിയ റബ്ബുന കുല്ല ഷൈഇൻ ഇൽമ, നമ്മുടെ റബ്ബ് എല്ലാ വസ്തുക്കളെയും അള്ളാഹുവിൻ്റെ അറിവിനാൽ ഉൾക്കൊണ്ടിരിക്കുന്നു.
അപ്പം കരയിലും കടലിലും കാട്ടിലും മേട്ടിലും വാനങ്ങൾക്കുപരിയിലും പാതാളത്തിലും എവിടെയായാലും യാതൊന്നുമില്ല അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാതെ. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഇൽമ് എല്ലാത്തിനും വിശാലാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്, വഹുവൽ അലീമു അഹാത ഇൽമൻ ബില്ലദി ഫിൽ കൗനി മിൻ സിർറിൻ വമിൻ അലാനി. ഉലകത്തിൽ പരസ്യമായതെന്നുണ്ടോ രഹസ്യമായതെന്നുണ്ടോ എല്ലാം സൂക്ഷ്മമായി അറിഞ്ഞവനാകുന്നു അള്ളാഹു. വഹുവൽ അലീമു അഹാത ഇൽമൻ ബില്ലദി ഫിൽ കൗൻ മിൻ സിർറിൻ വമിൻ അലാനി. എന്തെല്ലാം ഉലകത്തിലുണ്ടോ രഹസ്യമായതും പരസ്യമായതും ഒക്കെ പഠിച്ചവൻ അറിഞ്ഞിട്ടുണ്ട്. അവൻ അറിയുന്നവനാണ്. വഹുവൽ അലീമു ബിമാ ഖദ് കാൻ വഹുവൽ അലീമു ബിമാ യകൂനു വമാ ഖദ് കാൻ വൽ മൗജൂദു ഫീ ദൽ ആനി. ഉണ്ടായത്, ഉണ്ടാകാൻ പോണത്, ഇപ്പം നിലവിലുള്ളത് എല്ലാം അറിവുള്ളവനാണ് ആര്? അള്ളാഹു. വിശാലമായ ജ്ഞാനാണ്. അതിന് സ്ഥലകാല പരിമിതികളില്ല. ഇന്നലെ ഇന്ന് നാളെ വ്യത്യാസമല്ല. എല്ലാം അള്ളാഹു അറിയുന്നവനാകുന്നു. അള്ളാഹുവിൻ്റെ അറിവ് വിശാലാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്ർ. സമുദ്രജലം റബ്ബിൻ്റെ അറിവ് എഴുതുവാനുള്ള, വചനങ്ങൾ എഴുതാനുള്ള മഷിയായിരുന്നുവെങ്കിൽ സമുദ്രജലം അത് തീരുമായിരുന്നു എന്നാണ്. തീർന്നു പോകും. റബ്ബിൻ്റെ വചനങ്ങൾ പിന്നെയും ശേഷിക്കും. വലൗ അന്ന മാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാ. ഭൂമിയിലുള്ള വൃക്ഷങ്ങളെല്ലാം സസ്യലതാദികളെല്ലാം തൂലികയായി വർത്തിക്കുകയും സമുദ്രജലം മഷിയായി വർത്തിക്കുകയും ചെയ്തു. എന്തിന്? ഈ തൂലിക കൊണ്ട് സമുദ്രജലമാകുന്ന മഷിയിലൂടെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ എഴുതി തീർക്കാൻ. ഉള്ള നിലവിലുള്ള സമുദ്രങ്ങൾ, അതിലേക്ക് 7 സമുദ്രങ്ങളെ കൂടി പോഷിപ്പിച്ചു മഷിയായി എടുക്കാൻ. എന്നിട്ട് എഴുതിയാലും മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹിൻ്റെ വചനങ്ങൾ അത് തീർന്നു പോകില്ല. അള്ളാഹിൻ്റെ വചനങ്ങൾ ശേഷിക്കും. അപ്പം അള്ളാഹുവിൻ്റെ അറിവ്, ജ്ഞാനം അതെത്ര വിശാലമാണ്, വിപുലമാണ്. അങ്ങനെ അറിവുള്ളവനാകുന്നു അള്ളാഹു. അതാണ് അള്ളാഹു വാസി എന്ന് പറയുമ്പോൾ അവൻ്റെ അറിവ്, ജ്ഞാനം അത് വിശാലമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന്, ജ്ഞാനത്തിൽ നിന്ന് നമ്മളാരും മുക്തല്ല. നമ്മൾ രഹസ്യമായി പറഞ്ഞാലും അള്ളാഹു അറിയും, പരസ്യമായി പറഞ്ഞാലും അള്ളാഹു അറിയും. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിൻ്റെ കട്ടുനോട്ടം, ഹൃദയങ്ങൾ പാത്തു വെച്ചത് അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൽ നിന്ന് ഒളിപ്പിക്കാനൊന്നുമില്ല, മറച്ചു വെക്കാനും ഒന്നുമില്ല. അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്കല്ലാതെ ഒരഭയമോ ഒരു മടക്കമോ ഇല്ല. അള്ളാഹുവിൻ്റെ അറിവ് വിശാലമാണ് എന്നുള്ളതാണ്. ബുർദ അറിയാലോ, ബുസൈരിയുടെ ബുർദയിൽ ചില വരികളെ പണ്ഡിതന്മാർ നിരൂപിച്ചു, ശക്തമായി നിരൂപിച്ചു. എന്താ കാരണം? ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത് ദുനിയാവും ആഖിറവും നിങ്ങളുടെ ഔദാര്യമാണ് പ്രവാചകരെ എന്നാ പറഞ്ഞത് ബുസൈരി. ദുനിയാവും ആഖിറവും പ്രവാചകൻ്റെ ഔദാര്യമാണെന്നാണ്. ആരുടെ ഔദാര്യ? ദുനിയാവ് അള്ളാഹിൻ്റെ ഔദാര്യം. ആ ദുനിയാവിൽ നമുക്കരുളിയ ഔദാര്യാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അള്ളാഹുവിൻ്റെ ആദരവാണ്, ഔദാര്യം. ഈ ദുനിയാവും ആഖിറവും റസൂലുള്ളാഹിൻ്റെ ഔദാര്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അള്ളാഹ്ക്ക് എന്താ അയാൾ ബാക്കി വെച്ച്? ഒന്നും ബാക്കി വെച്ചില്ല. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ് ഖലമിൻ്റെയും ലൗഹിൻ്റെയും ഇൽമ് എന്നാണ്. അതെന്താ പറഞ്ഞത്? ഖലമിൻ്റെ ഇൽമും ലൗഹിൻ്റെ ഇൽമും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉലകം പടക്കണീൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 50,000 വർഷങ്ങൾക്ക് മുമ്പ്
അള്ളാഹു സുബ്ഹാനഹു വ തആല തൂലികയെ പഠിച്ചിട്ടുണ്ട്. തൂലികയെ അള്ളാഹു പഠിച്ചപ്പോൾ ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം ഫഖാല ലഹു ഉക്തുബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൂലികയെ പഠിച്ച ആദ്യ നാളിൽ തൂലികയോട് പറഞ്ഞ് എഴുതാൻ. എന്താ എഴുതേണ്ടത് മഖാദീറുസ് സമാവാതി വൽ അർളാണ്. ഈ വാനത്തിൽ ഭൂമിയിൽ നടക്കാനിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും വിധി നിർണയം, കണക്ക്, കാര്യങ്ങൾ ഇത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ ഇവിടെ സംഭവിക്കാനുണ്ടോ ഉലകത്തിൽ അതൊക്കെ എഴുതാനാണ് പറഞ്ഞത്. അതാണ് ലൗഹിൽ ഉള്ളത്. ലൗഹിലാണ് ആരെഴുതിയത്? കലമി എഴുതിയത് അള്ളാഹു പറഞ്ഞ അനുസരിച്ച്. അപ്പോൾ കലമിനോട് അള്ളാഹു ആജ്ഞാപിച്ചു ഇവിടെ വരാനുള്ളതൊക്കെ ഫ്യൂച്ചർ എല്ലാം എഴുതാൻ പറഞ്ഞു. അതാണ് ലൗഹിലുള്ളത്. ബുസൈരി പറഞ്ഞത് എന്താ? കലമിൻ്റെ ഇൽമും ലൗഹിൻ്റെ ഇൽമും നിങ്ങളുടെ ഇൽമാണ് എന്നാണ്. എത്ര തീവ്രതയാണത്! മദഹ് കാട് കയറി. ഈ പ്രത്യേകത ആർക്കുള്ള പ്രത്യേകത? ലൗഹിൻ്റെ ഇൽമും കലമിൻ്റെ ഇൽമും ആരതാ? അള്ളാഹിൻ്റെ ഇൽമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തത്. അത് മഹാപരാധാണ്. അള്ളാഹുവാണ് വാസിഉൽ ഇൽം, വിപുലമായ വിശാലമായ ജ്ഞാനമുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിമിതിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിനും പരിധിയുണ്ട്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫത്വ ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയണം. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയായിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്? ഫത്വ കൊടുക്കുന്നത്. ഔസ് ബിൻ സാമിത്ത് ഖൗല ബിൻത് സഅലബയെ ബിഹാർ നടത്തി. ഔസ് പറഞ്ഞ് ഭാര്യനോട്, നീ എനിക്ക്, പെണ്ണിനോട് പറയാണ്, നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെയാണ്. അത് പറഞ്ഞത് എന്തിനാ? സ്നേഹവും വാത്സല്യം കൊണ്ട് പറഞ്ഞതല്ല, പിന്നെയോ ഞാൻ നിന്നെ പ്രാപിക്കൂല എന്ന് പറയാനാണ്. നിന്നായിട്ട് ഇനി എനിക്കൊരു ലൈംഗിക ബന്ധമല്ല, നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെ നിഷിദ്ധാണെന്ന് പറഞ്ഞു. അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല ഭാര്യമാരോട്. ഇത് പറഞ്ഞ് അങ്ങനെ ഖൗല, അവർക്ക് കുറേ കുട്ടികളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, റസൂലേ, ഔസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എന്താണ് അതിൻ്റെ വിധി? കുറേ കുട്ടികളുണ്ട്, പറക്കാൻ പറ്റാത്ത കുട്ടികൾ. എൻ്റെ യൗവനം മുഴുവൻ കാർന്നു തിന്നതിന് ശേഷമാണ് ഔസിൻ്റെ ഈ വർത്തമാനം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലാക്കായി, നിങ്ങൾ അവരിൽ നിന്ന് വേർപെട്ടു. അതാണ് എൻ്റെ അറിവ്. അപ്പോൾ സ്ത്രീ വീണ്ടും പോണില്ല, അവർ തർക്കിച്ച് നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, കുറേ കുട്ടികളില്ല റസൂലേ, എന്താണ് വിധി? അപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് മുത്തല്ലഖത്തായിരിക്കുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിപ്രായപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുക്കുമിറക്കി. തലാഖെല്ലാം ബിഹാറാണ്. പ്രായശ്ചിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. സൂറത്തുൽ മുജാദില നമ്മൾ വായിക്കുകയാണ്. സൂറത്തുൽ മുജാദില വായിക്കുമ്പോൾ എന്താ? ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൻ്റെ ഹുക്കം അറിയില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുക്കം അവതരിപ്പിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നത്. എത്ര സംഭവങ്ങളുണ്ട് ഈ വിഷയത്തിൽ ഇതേപോലെ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വലൗ കുൻതു അലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈർ. എനിക്ക് അദൃശ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്മകൾ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനിയസു, എനിക്ക് ദുരിതം ബാധിക്കുമായിരുന്നില്ല. എനിക്കൊരു ഗൈബ് അദൃശ്യജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കൊരു പ്രയാസം ഏൽക്കുമായിരുന്നില്ല, നന്മകളെ എനിക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിവിന് പരിധിയുണ്ട്. അങ്ങനെയുള്ള തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് എന്ത് പറയുന്നത്? കലമിൻ്റെയും ലൗഹിൻ്റെയും ഇൽമൊക്കെ നിങ്ങളുടെ ഇൽമിൽപ്പെട്ടതാണ് എന്ന് പറയുന്നത്. വിശാലത ഇൽമിൽ, പൂർണ്ണത ഇൽമിൽ അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടേതാണ് എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ഈ ഒരു ഉദാഹരണത്തിലൂടെ ഏതാനും കാര്യങ്ങൾ അറിയിച്ചത്. ഖൗലയുടെ സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ വസിഅ സമഉൽ അസ്വാത്ത്. എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ മാത്രം കേൾവി വിശാലമായ അള്ളാഹുവിന് സർവസ്തുതിയും. അത് വാസി എന്ന പേരിൻ്റെ മറ്റൊരർത്ഥം കൂടിയാണ്. വാസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു വിശാലമായി പാപമോചനം വരുന്നവൻ, വിശാലമായ അറിവുള്ളവൻ. അതേപോലെ അള്ളാഹു വാസി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി അത് വിശാലാണ്, എല്ലാ ശബ്ദവും കേൾക്കും. അതിന് ഇത്ര ആവർത്തി
ഉള്ളത് ആവർത്തി കുറഞ്ഞ് ഇങ്ങനെയൊന്നുമില്ല. അടുത്തുനിന്ന് പറഞ്ഞത് വിട്ടുനിന്ന് പറഞ്ഞതെന്നില്ല. നേർത്ത സ്വരം കടുത്ത സ്വരം അതൊന്നുമില്ല. പിന്നെയോ നേർത്തതും കടുത്തതും നല്ല ശബ്ദമുള്ളതും അല്ലാത്തതും ദൂരെന്ന് പറഞ്ഞതും അടുത്തുനിന്ന് പറഞ്ഞതും ഇതൊക്കെ അള്ളാൻ്റെ കേൾവിക്ക് മുൻപിൽ തുല്യമാണ്. ആയിഷമ്മ പറയാണ്, എൻ്റെ ഹുജറയിൽ വെച്ചാണ് ഖൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ, ഈ ദിഹാറിൻ്റെ വിഷയത്തിൽ അവർ റസൂലുള്ളാഹിനോട് സംസാരിക്കുന്നു, റസൂലുള്ളാഹി പ്രതികരിക്കുന്നു, വീണ്ടും അവർ സംസാരിക്കുന്നു, പ്രതികരിക്കുന്നു. ഒരു സംസാരം ഒരു വാഗ്വാദം പോലെ തുടരുകയാണ്. ഞാൻ ഹുജറയുടെ ഒരു അറ്റത്തുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റണില്ല അവർ പറയുന്നത്. റസൂലുള്ളാഹി ഖൗലയോടും ഖൗല റസൂലുള്ളാഹിയോട് പറയണത് എനിക്ക് കേൾക്കാൻ പറ്റണില്ല. അത്ര പതിഞ്ഞ സ്വരത്തിലാണ് അവരുടെ ആ സംസാരം. പക്ഷേ വാനങ്ങൾക്കുപരിയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കേട്ട്. അപ്പോൾ അവർ പറയണം, അൽഹംദുലില്ലാഹില്ലദീ വസിഅ സമഉൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ മാത്രം കേൾവി വിശാലമായ അള്ളാഹുവിന് സർവസ്തുതിയും. അപ്പോൾ അള്ളാഹു വാസി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി എല്ലാം കേൾക്കാൻ വിശാലമാണ്. ഇത് കാഴ്ചയുടെയും ഒക്കെ വിഷയം അങ്ങനെയാണ്, കഴിവും ഒക്കെ അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ കാഴ്ച, അള്ളാഹുവിൻ്റെ കഴിവ്, ഇതൊക്കെ വിശാലമാണ്, എല്ലാത്തിനും ബാധകമാണ്. മറഞ്ഞതെന്നോ തെളിഞ്ഞതെന്നോ അടുത്തതെന്നോ അകന്നതെന്നോ അള്ളാൻ്റെ കാഴ്ചക്കും ഒരു വേർതിരിവില്ല. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി കാണും, സൂക്ഷ്മമായി കേൾക്കും. എല്ലാത്തിലും അള്ളാഹുവിൻ്റെ ആധിപത്യം അത് കൃത്യമാണ്. അള്ളാഹു വാസിയാണ്. ഇതേപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, എന്താ അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ പ്രത്യേകത? അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പ്രത്യേകത അള്ളാഹു പറഞ്ഞു, വറഹ്മതി വസിഅത് കുല്ല ഷൈ, വറഹ്മതി എൻ്റെ കാരുണ്യം, വസിഅത് അത് വിശാലമാണ്, കുല്ല ഷൈ എല്ലാ വസ്തുക്കൾക്കും. അപ്പോൾ അള്ളാഹു വാസി എന്ന് പറയുമ്പോൾ കാരുണ്യം കൊണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ അരുൾപ്പാട് അതെല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലമ്മ ഖലല്ലാഹുൽ ഖൽഖ് കതബ കിതാബൻ ഇൻദഹു ഗലബത് റഹ്മതി ഗദബി. അള്ളാഹു പടപ്പുകളൊക്കെ പടച്ച് എന്നിട്ട് അള്ളാഹു അർശിങ്കൽ ഒരു ലിഖിതം, ഒരു രേഖ എഴുതി. ആ രേഖ എന്താ? ആ രേഖ ഗലബത് റഹ്മതി ഗദബി, എൻ്റെ റഹ്മത്ത് കാരുണ്യം എൻ്റെ കോപത്തെ മികച്ചിരിക്കുന്നു. വേറെ റിപ്പോർട്ടിൽ സബഖത്ത് റഹ്മതി ഗദബി എന്നാണ്. അപ്പോൾ അള്ളാൻ്റെ കാരുണ്യം മികച്ചത്, അള്ളാൻ്റെ കോപം മികച്ചത്, അള്ളാൻ്റെ കാരുണ്യമാണ് മികച്ചത്. റഹ്മതി എൻ്റെ റഹ്മത്ത്, വസിഅത് കുല്ല ഷൈ എല്ലാത്തിനും വിശാലമാണ്. കാഫിറിനുണ്ട് മുഅ്മിനുണ്ട്, നിഷേധിക്കുന്നുണ്ട്, അള്ളാഹുവിനെ സമ്മതിക്കുന്നവനുണ്ട്, ബഹുദൈവ വിശ്വാസിക്കുണ്ട്, ഏകദൈവ വിശ്വാസിക്കുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ റഹ്മത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയാൻ ഇമാം ബുഖാരി മറ്റൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫിർഔനെ അള്ളാഹു നശിപ്പിക്കുകയാണ് ചെങ്കടലിൽ. ചെങ്കടലിൻ്റെ മാറിൽ ഫിർഔനെ മുക്കുമ്പോൾ ഫിർഔൻ പറയുന്നുണ്ട്, ആമനതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ. അപ്പോൾ ഫിർഔൻ ആ നേരത്തെ ഇത് പറയുന്ന സമയത്ത് തൊള്ള പൊളിക്കുമ്പോൾ ജിബ്രീൽ കടലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ചളി വാരിയിട്ട് ഫിർഔൻ്റെ തൊള്ളിയിൽ തിരികയാണ്. അപ്പോൾ എന്തിനാ ഫിർഔൻ്റെ തൊള്ളിയിൽ ആ സമയത്ത് മണ്ണ് തിരികണത്? ജിബ്രീൽ പറയാണ്, അള്ളാൻ്റെ റഹ്മത്ത് ഫിർഔന് കിട്ടുമെന്ന് ഞാൻ ഭയന്ന്. ഫിർഔന് അള്ളാൻ്റെ റഹ്മത്ത് കിട്ടാൻ പാടില്ല. അത്രമാത്രം ക്രൂരനായ അഹങ്കാരിയായ മനുഷ്യജീവൻ കൊണ്ട് കളിച്ച ദുഷ്ടനാണ് ഫിർഔൻ. ഈ മരണസമയത്ത് അള്ളാനെ വിളിക്കണത് കാണുമ്പോൾ പടച്ചോൻ്റെ റഹ്മത്തേറ്റ വന്നു പോകുമെന്ന് ഭയന്നിട്ട് ജിബ്രീൽ മണ്ണ് വാരിയിട്ട് തൊള്ളിക്കിട്ടാണ്. അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അള്ളാൻ്റെ റഹ്മത്തിൻ്റെ വിശാലത എത്രയാണ്? അതാണ് അള്ളാൻ്റെ റഹ്മത്ത് വിശാലമാണ്. അതാണ് അള്ളാഹു വാസി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. റഹ്മക്കല്ലാ. ഒരു അറാബി എന്നിട്ട് പള്ളിയിൽ മൂത്രയിച്ച കഥ ഉണ്ട് അല്ലേ? ദുൽ ഖുവൈസിർ അൽ യമാനി വന്ന്, ഗ്രാമീണൻ റഹ്മക്കല്ലാ, പള്ളിയിൽ മൂത്രയിച്ചപ്പോൾ ആളുകൾ ആകെ മൂപ്പരെ തുള്ളിച്ച്, ആളുകൾ മൂപ്പരോട് ചൂടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് ഒതുങ്ങാൻ പറഞ്ഞു. അങ്ങനെ അയാൾ മൂത്രമൊഴിച്ച് തീരോളം റസൂലുള്ളാഹി ക്ഷമിച്ചൊന്നും പറഞ്ഞില്ല. മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് എന്ത് ചെയ്തു? ആ മൂത്ര വിഷയത്തിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, സഹാബികളോട് വെള്ളം വരാൻ പറഞ്ഞു. അയാളെ വിളിച്ച്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട്, ഗ്രാമീണനാണ്, അറിവില്ല, അയാളെ വിളിച്ച് നല്ല ഭാഷത്തിൽ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞ്, ഈ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസർജിക്കാനുള്ള സ്ഥലമല്ല, മാലിന്യങ്ങൾ എറിയാനുള്ള സ്ഥലമല്ല. പള്ളി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് ദിക്റെടുക്കാൻ, നിസ്കരിക്കാൻ, ഖുർആൻ പാരായണം ഇതൊക്കെ നിർവഹിക്കാനാണ് എന്ന അയാളെ ആശ്വാസത്തിൽ നല്ല നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഉടനെ അയാൾ പറഞ്ഞ എന്താ? അല്ലാഹുമ്മ അർഹംനി വ മുഹമ്മദ വലാ തർഹം മാന അഹദ എന്നാണ്. അല്ലാഹുമ്മ അർഹംനി, അള്ളാഹു എന്നോട് കരുണ കാണിക്കണമേ, മുഹമ്മദിനോട് കരുണ കാണിക്കണമേ, വലാ തർഹം മാന അഹദ, ഞങ്ങളോടൊപ്പം ഒരാളോടും മറ്റൊരാളോടും കരുണ കാണിക്കരുത് എന്ന് പ്രാർത്ഥിച്ച അയാൾ. അറാബി, അയാളുടെ ആ പരിമിതി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? അതാണ് നമ്മളുടെ വിഷയം. ലഖദ് ഹജ്ജർത വാസിഅ എന്നാണ്. ലഖദ് ഹജ്ജർത വാസിഅ, അള്ളാഹിൻ്റെ കാരുണ്യം വിശാലമാണ്, എല്ലാവർക്കും ഉണ്ട്. അതിനെ നിങ്ങൾ കുടുക്കി കളഞ്ഞു, ഷോർട്ടാക്കി. ആർക്ക്? എനിക്കും നിങ്ങൾക്കും മാത്രം. റസൂലുള്ളാഹി തിരുത്തി. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായി റഹ്മത്തുള്ളവനാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അർഷിനെ വഹിക്കുന്ന മലക്കുകൾ, അല്ലദീന യഹ്മിലൂനൽ അർഷ്, അർഷിനെ വഹിക്കുന്ന മലക്കുകൾ, അവർ എന്താ അവരുടെ പ്രത്യേകത? അള്ളാഹിൻ്റെ അർഷിനെയാണ് അവർ വഹിക്കുന്നത്. ആ അർഷിൻ്റെ മുകളിലാണ് അള്ളാഹു ഉള്ളത്. ഈ മലക്കുകൾ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകളാണ്. ആ മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. മലക്കുകൾ എന്ത് ചെയ്യും? അള്ളാഹിനോട് പ്രാർത്ഥിക്കും. അള്ളാഹിൻ്റെ അടുപ്പം സിദ്ധിച്ച അർഷിനെ വഹിക്കുന്ന മലക്കുകൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമാ, അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബേ, വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമാ, നിൻ്റെ അറിവിനാൽ, നിൻ്റെ കാരുണ്യത്താൽ നീ എല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നിൻ്റെ അറിവ് എല്ലാത്തിലുമുണ്ട്, നിൻ്റെ കാരുണ്യം എല്ലാത്തിലുമുണ്ട്. അങ്ങനെയുള്ള ഞങ്ങളുടെ റബ്ബേ, ഫഗ്ഫിർ ലില്ലദീന താബു, പശ്ചാത്തപിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണമേ, വത്തബഉ സബീലക്, നിൻ്റെ മാർഗം പിൻപറ്റിയവർക്കും നീ പൊറുക്കണമേ, വഖിഹിം അദാബൽ ജഹീം, നരകത്തിയിൽ നിന്ന് നീ അവരെ കാക്കണമേ. മലക്കുകളുടെ പ്രാർത്ഥനയാണ്, അർഷ് വഹിക്കുന്ന മലക്കുകളുടെ ദുആയാണ്. ആർക്ക് വേണ്ടിയാണ് മലക്കുകൾ ദുആ ചെയ്യുന്നത്? അവർക്ക് വേണ്ടിയല്ല, കാരണം അവർക്ക് തെറ്റില്ല. പക്ഷെ എന്നാലും അവർ അള്ളാഹിനോട് പൊറുക്കലിനെ തേടും. പക്ഷെ അവരിവിടെ തേടുന്നത് ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക്, നിന്റെ മാർഗം അനുധാവനം ചെയ്ത പശ്ചാത്തപിച്ചവർക്ക് നീ പൊറുക്കണമേ, വഖിഹിം അദാബൽ ജഹീം, നരകത്തിൽ നിന്ന് അവരെ കാക്കണമേ. ഇതവർ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിനോട് അവർ നടത്തുന്ന വസീല എന്താ? എങ്ങനെ അവർ ദുആ ചെയ്യണത്? റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ, എല്ലാ വസ്തുക്കൾക്കും നിൻ്റെ റഹ്മത്തുണ്ട്, എല്ലാ വസ്തുക്കളിലും നിൻ്റെ അറിവുണ്ട്. അങ്ങനെയുള്ള റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് അവർ ദുആ ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാസി എന്ന് പറയുമ്പോൾ അള്ളാഹു വിശാലമായ റഹ്മത്തുള്ള അള്ളാഹു ആകുന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യത്തിൽ വിശാലത ഉള്ളവനാണ്. പടച്ചോൻ്റെ ഔദാര്യം അത് വിശാലാണ്. അള്ളാഹു പറഞ്ഞില്ലേ, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ, അവരുടെ ഉപമ എന്താ? ഒരു ധാന്യമണിയുടെ ഉപമേ. ഒരു ധാന്യമണി 7 കതിർക്കുലകളം മുളപ്പിച്ചു. ഓരോ കതിർക്കുലയിലും 100 വീതം ധാന്യമണികൾ. അപ്പോൾ ഒരു ദിർഹം അതിന് 700 ഇരട്ടി വരെ പ്രതിഫലം എന്ന അർത്ഥത്തിലാണ്. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിപ്പിച്ച് നൽകും. ഈ 700 നിൽക്കണില്ല, പിന്നെയോ അതിലേറെ അള്ളാഹു ഇരട്ടിപ്പിച്ച് നൽകും. കാരണം എന്താ? വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വാസിയാകുന്നു എന്നാണ്. എന്താ? അള്ളാഹിൻ്റെ ഔദാര്യം വിശാലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യം വിശാലാണ്. ഹാത്തിമുൽ അസമിൻ്റെ ചരിത്രം നമ്മൾ പറയാറുണ്ട്. ഹാത്തിമുൽ അസം എന്താ? ഹാത്തിമുൽ അസം എന്ന് പറഞ്ഞാൽ, ഹാത്തിം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര്. അൽ അസം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്തിനാ സുമ്മ് അറിയാം? അസമ്മ് അറിയണ എന്താ? കേൾക്കാത്തവർക്കാ പറയാം അസമ്മ്, ബദിരൻ അല്ലേ? ഹാത്തിം എന്ന് പറഞ്ഞാൽ മഹാനായൊരു വ്യക്തിത്വമാണ്.
വിരക്തനായ ഒരു പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരെന്താ? വിശേഷണം അൽ അസം എന്നാണ്, ബദിരൻ എന്നാണ്. അതെങ്ങനെ വന്നത്? ഒരു ഈ പിന്നെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടുള്ളതായ തമാശകൾ വായിക്കുന്ന കൂട്ടത്തിൽ ഹാത്തിമിൻ്റെ ഈ പേരിന് ഒപ്പം എന്തുകൊണ്ട് അൽ അസമ്മ് വന്നു എന്നുള്ളൊരു ചരിത്രമുണ്ട്. ഹാത്തിം എന്ന് പറഞ്ഞാൽ നല്ല പേരാണ്. അൽ അസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബദിരൻ എന്നർത്ഥം. ബദിരൻ, കേൾക്കാത്തവൻ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഹാത്തിം അദ്ദേഹം വിജ്ഞാന സദസ്സിലിരിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ടൊരു മസാല ചോദിച്ചു. മസാല ചോദിച്ചപ്പോൾ ആ സ്ത്രീ അവരിൽ നിന്ന് കീഴ്വായി പോയി. അപശബ്ദം ഉണ്ടായി. സ്ത്രീയിൽ നിന്നൊരു അപശബ്ദം എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള സ്ത്രീ ആയിരിക്കും. അപശബ്ദം ഉണ്ടായി, മനസ്സിലല്ലേ? അപ്പോൾ ആ സ്ത്രീക്ക് അത് ഹാത്തിം കേട്ടോ എന്നുള്ള ഒരു പ്രയാസം. അപ്പോൾ ഹാത്തിം എന്ത് ചെയ്ത്, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞതെന്ന് ഒന്നും കൂടി ചോദിച്ച്. ഹാത്തിം കേട്ടിന് സംഭവം. ആ സ്ത്രീ വായോണ്ട് പറഞ്ഞു കേട്ടിക്കണ്, സ്ത്രീയിൽ നിന്നുണ്ടായ വേറെ ശബ്ദം കേട്ടിക്കണ് ഹാത്തിം. പക്ഷേ സ്ത്രീക്കൊരു പ്രയാസം, ഇത് ഹാത്തിം കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഹാത്തിം ഒന്നും കേട്ടിട്ടില്ല എന്ന മട്ടത്തിൽ മുപ്പത്തി ഒന്നും കൂടിയും പറയാൻ പറഞ്ഞു, ഒന്നും കൂടിയും അവരുടെ മസാല പറയാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീക്ക് സമാധാനമായി, ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല, ശബ്ദമൊന്നും കേട്ടിട്ടില്ല എന്ന് ആശ്വാസമായി. അങ്ങനെ ഹാത്തിം വീണ്ടും അവരുടെ മസാല ചോദിച്ച് എന്നിട്ട് അതിനോട് പ്രതികരിച്ച്. ഇതാര് കാണുന്നുണ്ട്? ആളുകൾ കാണുന്നുണ്ട്. അതോടുകൂടിയാണ് അവർ ഹാത്തിമുൽ അസം എന്ന് പേരിട്ടത്, മനസ്സിലായി? ബദരൻ എന്നർത്ഥത്തിൽ. പണ്ഡിതന്മാരുടെ പിന്നെ ജീവചരിത്രങ്ങളിൽ അവരുടെ ചില സവിശേഷതകൾ, പ്രത്യേകതകളൊക്കെ പറയുമ്പോൾ ഹാത്തിമിൻ്റെ പേരിൽ ഇങ്ങനെ ഈ അസമ്മ് വന്നതിനെക്കുറിച്ച് അവരതിൻ്റെ കാരണമായിട്ട് പറയുന്നതാണത്. അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം അദ്ദേഹം ഹജ്ജിന് ഉദ്ദേശിച്ച സംഭവം നമ്മളിവിടെ ഉണർത്തിയിട്ടുണ്ട്. ഹജ്ജിന് ഉദ്ദേശിച്ചപ്പോൾ മക്കൾ തടഞ്ഞ്, വാപ്പാനെ, പെൺമക്കൾ. അപ്പോൾ ഒരു മകൾ പറഞ്ഞ് വാപ്പാനോട് പോകാൻ പറഞ്ഞ്, ഞാൻ നോക്കിക്കോളാം, പഠിച്ചവനാണ് റസാഖ്, അള്ളാൻ്റെ ഉപജീവനം ഉണ്ടാകും. മറ്റു മക്കൾ തടയാൻ കാരണം വാപ്പ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കാരെ തിന്നാൻ തരിക, അതുകൊണ്ടാണ് മക്കൾ തടയുമ്പോൾ വാപ്പാക്ക് പ്രയാസം പോകാൻ. പക്ഷെ ഒരു മകൾ ആ ബാധ്യത ഏറ്റെടുത്ത്. അങ്ങനെ ഹാത്തിം ഹജ്ജിന് പോയി. അൽ അസം വീട്ടിലുള്ള ചിലവൊക്കെ തീർന്ന് ഉപജീവനം അവസാനിച്ച് മക്കൾ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീ, ഈ പെണ്ണ്, ഒരു മകൾ, അവർ കരയാൻ തുടങ്ങി, പടച്ചവനോട് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ, നീയാണ് ഉപജീവനമേകുന്നത് എന്ന ആ വിശ്വാസത്തിൽ വാപ്പാനെ പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് നീ മറ്റുള്ളവർക്കിടയിൽ നീ എന്നെ അപമാനപ്പെടുത്തരുത്, നിൻ്റെ ഔദാര്യം തരണമേ എന്ന രീതിയിലാണ് അവർ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. മറ്റവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ നേരം രാവിലൊക്കെ അവരുടെ ദുആയാണ്. പുലർച്ചയിൽ രാജാവ് വരികയാണ്, പരിവാരങ്ങൾ വരികയാണ്. നായാട്ടിന് വേണ്ടി ഇറങ്ങിയ രാജാവും പരിവാരവും ഈ ഹാത്തിമുൽ അസമിൻ്റെ വീടിന് മുമ്പിലൂടെ പോണത്. അപ്പോൾ അവരോട് ദാഹിച്ച് വലഞ്ഞ രാജാവ് വെള്ളം ചോദിച്ച്, കുറച്ച് വെള്ളം തരുമെന്ന്. അപ്പോൾ ഹാത്തിമുൽ അസമിൻ്റെ ഭാര്യ ഒരു ജറയിൽ, പാത്രത്തിൽ നല്ല വെള്ളം എടുത്തു കൊടുത്ത്. അപ്പോൾ സ്വച്ഛമായ വെള്ളം, ശീതളമായ പാനീയം, അത് കുടിച്ച രാജാവിന് എത്ര നല്ല വെള്ളം, ആരുടെ വീടാണിതെന്ന് ചോദിച്ചു. പറഞ്ഞത് ഹാത്തിമുൽ അസമിൻ്റെ വീടാണ്. അപ്പോൾ രാജാവിന് ഹാത്തിമിനെ അറിയാം, പണ്ഡിതനല്ലേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്, തൻ്റെ കയ്യിലുള്ള പാരിതോഷികങ്ങൾ, അതേപോലെ തന്നെ കാശ്, അത് വാരിയിട്ട് ആ വീട്ടിൽ എറിഞ്ഞ്. എന്നിട്ട് അത് എറിഞ്ഞിട്ട് പറയാണ് പരിവാരങ്ങളോട്, കൂടെയുള്ളവരോട് പറയണേ, എന്നെ ഇഷ്ടമുള്ളവർ ഞാൻ ചെയ്തതുപോലെ ചെയ്യട്ടെ എന്ന്. അങ്ങനെ ആ രാജാവാണ് പോയി. ബാക്കിയുള്ളവരും ഇങ്ങനെ ചെയ്ത്. അതോടുകൂടി ആ വീട് വലിയ സമ്പത്തുള്ള വീടായി. മനസ്സിലായില്ലേ? അപ്പം അതുവരെ കരഞ്ഞിരുന്ന മക്കളൊക്കെ കരച്ചിൽ നിർത്തി. കരയാത്തോൾ കരയാൻ തുടങ്ങി. കരയാത്തോൾ ആരാണ്? പടച്ചോനിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കണവരാണ്. അപ്പോൾ അവർ കരഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ കരയണത്? പടച്ചോൻ നമുക്ക് ഇത്രമാത്രം വിശാലത തന്നില്ലേ? അപ്പോൾ ആ പെണ്ണ് പറഞ്ഞ പ്രതികരണം എന്താ? ഇന്നലെ രാവ് മുഴുവൻ നമ്മൾ രാജാതിരാജനായ യഥാർത്ഥ രാജാവിനോട് ചോദിക്കേനി, നേരം വെളുത്തപ്പോൾ രാജാവ് നമ്മളോട് ചോദിക്കണ അവസ്ഥ വന്ന്. രാത്രി മുഴുവൻ ഇവർ രാജാവായ യഥാർത്ഥ രാജാവിനോട്, അള്ളാഹിനോട് ചോദിക്കേന്. നേരം വെളുത്തപ്പോൾ നാട്ടിലെ രാജാവ് വന്നിട്ട് നമ്മളോട് ചോദിക്കണ ഒരവസ്ഥ വന്ന്. വെള്ളം ചോദിച്ചില്ലേ? മാത്രമല്ല
പടച്ചോൻ്റെ പടപ്പുകളിൽ ഒരാൾ കണ്ണ് തുറന്നപ്പോഴാണ് നമുക്ക് ഈ സമ്പത്തൊക്കെ, അല്ലേ? ഒരു പടപ്പ് കണ്ണ് തുറന്നപ്പോഴാണ് നമുക്ക് ഈ സമ്പത്തൊക്കെ. അപ്പോൾ പടച്ച റബ്ബ് നമ്മളുടെ നേരെ കണ്ണ് തുറന്നാൽ എത്രമാത്രം ധന്യത, ഐശ്വര്യം. ഇതാണ് ആ സ്ത്രീയുടെ ആ വിഷയത്തിലുള്ള പക്ഷവായന. മനസ്സിലായില്ലേ? രാത്രി മുഴുവൻ യഥാർത്ഥ രാജാവിനോട് ചോദിച്ചു. ആ ചോദിച്ചവരുടെ അടുക്കലേക്ക് പുലരുമ്പോൾ നാട്ടിലെ രാജാവ് വന്നിട്ട് ചോദിക്കുകയാണ്, ഓലോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിശേഷം, അതേപോലെ തന്നെ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും വറുതിയുടെയും ഒരു വീട് ഒരു സുപ്രഭാതത്തിൽ അത് സമ്പത്തിനാൽ ധന്യമാകുന്ന സ്ഥിതിവിശേഷം. ഇത് ആരുടെ ഔദാര്യ? അതാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം, അള്ളാഹുവിൻ്റെ അരുൾപ്പാട്. അപ്പോൾ അള്ളാഹു വാസിഉൽ അതാ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അശ്ശൈത്വാനു യഈദുകുമുൽ ഫഖർ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഈദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല വല്ലാഹു വാസിഉൻ അലീം. അശ്ശൈത്വാനു യഈദുകും, ശൈത്താൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യും. എന്ത്? അൽ ഫഖർ, ദാരിദ്ര്യം. വയഅമുറുകും ബിൽ ഫഹ്ശാ, നിങ്ങളോട് നീചവൃത്തിക്ക് കൽപ്പിക്കുകയും ചെയ്യും. ശൈത്താൻ നമ്മളോട് പറയും, ചെലവഴിക്കണ്ട, പട്ടിണി വരും, വറുതി വരും, നീചവൃത്തിക്ക് കൽപ്പിക്കുകയും ചെയ്യും. അള്ളാഹുവോ വല്ലാഹു യഈദുകും, അള്ളാഹു നിങ്ങളോട് പ്രോമിസ് ചെയ്യാണ്, വാഗ്ദാനം ചെയ്യാണ്. മഗ്ഫിറതൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും വഫദ്ല, ഔദാര്യവും. കാരണം എന്താ? വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വാസിയാണ്, അള്ളാഹു അലീമാണ്. അപ്പോൾ പടച്ചോൻ വാഗ്ദാനം ചെയ്ത മഗ്ഫിറത്തുണ്ട്, അള്ളാഹു വാഗ്ദാനം ചെയ്ത ഫദ്ലുണ്ട്, ഔദാര്യമുണ്ട്. അത് വിശാലമായി ഏകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിൽ പ്രതീക്ഷയുള്ളവരായി, പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കുകയാണ് വേണ്ടത്. ശൈത്താനാണ് പട്ടിണി നമ്മളോട് പറയുക, ദാരിദ്ര്യം നമുക്ക് വാഗ്ദാനം ചെയ്യുക. ഇപ്പം നോക്കി നിങ്ങൾ, നമ്മൾ ദുൽഹജ്ജിൻ്റെ വിളിപ്പാട് അകലെയാണ്, ദുൽഹജ്ജ് പറക്കാൻ പോവുക. ഇന്ന് ദുൽഖഅദ് 27, ദുൽഖഅദ് 27 മണിക്കൂറുകൾ ശേഷിക്കുന്നു, അല്ലെങ്കിൽ 1-2 ദിവസം ശേഷിക്കുന്നു ദുൽഹജ്ജിൻ്റെ പൊൻപുലരിക്ക്. ദുൽഹജ്ജായിട്ടുണ്ട് എങ്കിൽ എന്താ? 10 ദിവസം, ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഈ ദുനിയാവ് കണ്ട നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാളുകളാണ്. അയ്യാമുൽ അഷർ, ദുൽഹജ്ജിൻ്റെ 10 ദിവസം. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യാനി അയ്യാമുൽ അഷർ. ദുൽഹജ്ജിൻ്റെ 10 ദിവസം ശ്രേഷ്ഠമായ 10 ദിവസം. അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് വരെ അതിലുള്ള സൽക്കർമ്മങ്ങളെക്കാൾ മറ്റു നാളുകളിലുള്ള ജിഹാദ് ശ്രേഷ്ഠതല്ല അതിന് എന്നാണ്. എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ചില റിപ്പോർട്ടുകളിൽ, ഫഅക്സിറു ഫീഹിന്ന മിന തഹ്മീദി വത്തഹ്ലീലി വതക്ബീരി വതസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു ഈ 10 നാളുകളിൽ. സാലിഹായ പ്രവൃത്തികൾ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഉദുഹിയ്യത്തിനെ കുറിച്ച് പറഞ്ഞു. ഉദുഹിയ്യത്ത് എന്താ? ഉദുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിൽ 4 ദിവസങ്ങളിലായിട്ട് അറുക്കേണ്ട ബലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഹിജ്റയ്ക്ക് ശേഷം 10 വർഷം ജീവിച്ചു. ആ 10 വർഷവും ഉദുഹിയ്യത്തുണ്ട്. ദഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദുഹിയ്യത്തുണ്ട്, മുസ്ലിമീങ്ങളും ഉദുഹിയ്യത്തുണ്ട്. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥാരാ? അതാ ഉദ്ദേശം, സഹാബത്താണ്. ഉദുഹിയ്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. ഉദുഹിയ്യത്ത് നല്ല മൃഗമായിരിക്കണം അറക്കേണ്ടത്, നല്ല കൊഴുത്തത്, തടിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദുഹിയ്യക്കുള്ള മൃഗത്തെ വാങ്ങിയിട്ട് ഓമനിച്ച് വളർത്തുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബിശൈനി അംലഹൈനി അഖ്റനൈനി മൗജിയൈനി ഖസിയൈൻ, തടിച്ചു കൊഴുത്ത കൊമ്പ് വന്ന നല്ല മൃഗത്തെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തിയിരുന്നത്. അതിനെ വളർത്തുമായിരുന്നു, ഓമനിപ്പിച്ച് നിർത്തുമായിരുന്നു എന്നാണ്. പലർക്കും ഉദുഹിയ്യൻ്റെ വിഷയത്തിലൊരു വിലല്ല, അത് ശൈത്താൻ്റെ വസ്വാസ. എത്ര വേണം ഒരാടിന് എത്ര വേണം? എത്ര റിയാൽ വേണം? അല്ലെങ്കിൽ ഒരു പശുവിൽ 7 പേർക്ക് പങ്കാളിയാകാം. ഒരു പശുവിൻ്റെ 7-1 വില എത്ര ഉണ്ടാവും? ഒട്ടകത്തിൽ 7 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് വരെ പങ്കാളിയാകാം.
അതിന് എത്ര വീതം വേണം. പക്ഷേ പലരും എന്ത് ചെയ്യാറില്ല, ഉളുഹിയ്യൻ്റെ വിഷയത്തിൽ ശ്രദ്ധാലുക്കളല്ല. ഷൈത്താൻ, അള്ളാഹു പറഞ്ഞില്ലേ, അശൈത്താൻ യഈദുകുമുൽ ഫഖർ, ഷൈത്താൻ എന്താ പ്രോമിസ് ചെയ്യണത്? ദാരിദ്ര്യ. നിങ്ങളാകെ പട്ടിണിയിലാകും, വറുതിയിലാകും, അതുകൊണ്ട് കൊടുക്കണ്ട, ചിലവഴിക്കണ്ട എന്നുള്ളതാണ്. അത് നോക്കണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വാഗ്ദാനം നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഈ ദുൽഹജ്ജ് മാസത്തിൽ ഒരു ഉദ്ഹിയ്യ അത് നമ്മളൊക്കെ നിയ്യത്താക്കണം. കഴിവുള്ളവർ, ശേഷിയുള്ളവർ, അവരുടെ മേൽ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കഴിവുണ്ടായിട്ടും ഉദ്ഹിയ്യ ഇറക്കാത്തവൻ ഈദ്ഗാഹിലേക്ക് നിസ്കരിക്കാൻ വരണ്ടാന്ന്, അടുക്കണ്ടാന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 10 ശ്രേഷ്ഠതയുടെ നാളുകൾ വരികയാണ്. ദുൽഹജ്ജ് 10-ൻ്റെ 10 പകലുകൾ, 10 രാവുകൾ. അതിൽ പകലുകൾ വിശിഷ്ടമാണ്. നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, ഹജ്ജ്, ഉമ്മഹാത്തുൽ ഇബാദാത്ത്, പ്രധാനപ്പെട്ട ഇബാദത്തുകളൊക്കെ സമ്മേളിക്കുന്ന ദിവസമാണ് ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങൾ. ഈ പ്രത്യേകത വേറെ എവിടെയില്ല. വർഷത്തിലെ മറ്റൊരു നാളുകളിലും ഈ പ്രത്യേകത അല്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു ഉദ്ഹിയ്യ നൽകുന്നതിനെക്കുറിച്ച് കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയാണ്. അതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. ഉദ്ഹിയ്യ അറക്കാൻ ഉദ്ദേശിക്കുന്നവർ മൃഗത്തെ സെലക്ട് ചെയ്യുമ്പോൾ ഒട്ടകം 5 വയസ്സ്, പശു 2 വയസ്സ് തികഞ്ഞത്, 3ലേക്ക് പ്രവേശിച്ചത്, ആട്, കോലാടും നെയ്യാടും ഉണ്ട്. നെയ്യാടാണെങ്കിൽ 6 മാസം തികഞ്ഞത്, കോലാടാണെങ്കിൽ 1 വർഷം തികഞ്ഞത്. അതേപോലെ അറക്കുന്ന മൃഗം ഏതെങ്കിലും ചാവാലിയാകാൻ പാടില്ല. ഉദ്ഹിയ്യയിൽ 4 മൃഗങ്ങൾ പറ്റൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഉദ്ഹിയ്യ ഇറക്കുമ്പോൾ 4 മൃഗങ്ങൾ പറ്റൂല. ഏതാ 4 മൃഗങ്ങൾ? അൽ അർജാഉൽ ബയ്യിനു ദിലഉഹ വൽ അവറാഉൽ ബയ്യിനു അവറുഹ വൽ മരീദത്തുൽ ബയ്യിനു മറദുഹ വൽ അജ്ഫാഉ ലത്തി ലാ തുൻഖി. ഇതാണ് 4 മൃഗങ്ങൾ. അൽ അർജാഉൽ ബയ്യിനു ദിലഉഹ, മുടന്തി നടക്കുന്നത്, ഹാൻഡിക്കൈപ്ഡ്. വൽ അവറാഉൽ ബയ്യിനു അവറുഹ, ബ്ലൈൻഡ്, കണ്ണ് കാണാത്തത്. അതേപോലെ വൽ മരീദത്തുൽ ബയ്യിനു മറദുഹ, രോഗമുള്ളത്, വ്യക്തമായി രോഗമുള്ളത്. അതേപോലെ വൽ അജ്ഫാഉ ലത്തി ലാ തുൻഖി, മജ്ജിയില്ല, തലച്ചോറൊന്നുമില്ല, മെലിഞ്ഞ് പറ്റ മെലിഞ്ഞൊട്ടിയത്. നമ്മളെ മലപ്പുറം ശൈലിയിൽ പറയും തൃക്കളാമ്പി അറിയും. അത് പറ്റൂല. നല്ല കൊഴുത്തത്, നല്ലതായിരിക്കണം ബലിമൃഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബലി അറക്കാനുള്ള ആടിനെ കിടത്തിയിട്ട് അറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയും, ആയിഷ കത്തി എടുത്തിട്ടൊന്ന് മൂർച്ചയാക്കാൻ പറയും. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കല്ലുമ്മ കത്തി എടുത്ത് മൂർച്ചയാക്കിയിട്ട് റസൂലുള്ളാഹിക്ക് കൊടുക്കുന്നിട്ട് ആടിനെ കിടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിനെ അറുക്കുമായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല പറയാണ്. നോക്കി നിങ്ങൾ, തൻ്റെ കുടുംബത്തെ കൂടി ആ ഒരു നന്മയിൽ സഹകരിപ്പിച്ചുകൊണ്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ദാനശീലം, അവരെ അറിയിച്ചുകൊണ്ടുള്ള, അതേപോലെ തന്നെ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതായ രീതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം, നമ്മൾ അള്ളാഹു അവൻ വാസിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു വിശാലമായ ഔദാര്യമുള്ളവനാണ്. ആ വചനം നമ്മൾ മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശാലമായ ഔദാര്യം ഏകും, അത് വാഗ്ദാനം ചെയ്തവനാണ്. വിശാലമായ പാപമോചനം വാഗ്ദാനം ചെയ്തവനാണ്. പിശാചിനെ കുറിച്ച് പറഞ്ഞ പിശാചാണ് യഈദുകുമുൽ ഫഖർ, അശൈത്താൻ യഈദുകുമുൽ ഫഖർ, നമുക്ക് ദാരിദ്ര്യം, പട്ടിണി, വറുതി വാഗ്ദാനം ചെയ്യുന്നത് ശൈത്താനാണ്. അതുകൊണ്ടാണ് ലുബ്ധത, പിശുക്ക്, ഇതൊക്കെ ആളുകൾക്ക് ശീലമായി വരുന്നത്. അതുകൊണ്ട് ശൈത്താനെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ പ്രതീക്ഷയുള്ളവരായി, പ്രത്യാശയുള്ളവരായി നമ്മൾ ജീവിക്കണം. ഇതാണ് ഉണർത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ
നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ റഹ്മത്തും ബർക്കത്തും നഫ്ഹത്തും നമ്മളിൽ ഈ വേദിയിൽ അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാം കൺകുളിർമയേറ്റുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമയേറ്റി അവരെ നമ്മയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم فرج هم المهمومين من المسلمين اللهم نفس كرب المسلمين اللهم نفس كرب المكروبين من المسلمين اللهم اقض الدين عن المدينين اللهم عافي مبتلانا إنك أنت الغفور الرحيم. اللهم أدم لبلاد الحرمين الشريفين أمنها ورخاءها اللهم احفظ لها حدودها وجنودها اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.